കുഴപ്പമില്ലാത്ത വീടാ, തരക്കേടില്ലാത്ത ആൾക്കാരും. അതെവിടെയാണെന്ന് പറഞ്ഞൂടെ? തൽക്കാലം സാർ അറിയണ്ട. ഹലോ ഹലോ, ആരടി ഈ സാറ്? നേരത്തെ ജോലിക്ക് നിന്ന വീട്ടിലെ കൊച്ചമ്മയുടെ ഭർത്താവാണോടി? അയാളാണോ ഇപ്പം നിന്റെ കാമുകൻ? അല്ല, നിനക്ക് എന്തൊക്കെയോ ചുറ്റിക്കളികളുണ്ട്. കെട്ടുപ്രായം കഴിഞ്ഞോണ്ട് കല്യാണം കഴിയാത്ത എന്റെ ഒരുപാട് സ്വഭാവ ദൂഷ്യങ്ങളുണ്ട്. അത് ഞാൻ നേരിട്ട് കണ്ടതാണല്ലോ. അരുൺ ഇവിടുന്ന് അങ്ങ് പോയത് നന്നായി. അവന്റെ കല്യാണം കഴിഞ്ഞില്ല എന്ന് അറിഞ്ഞുകൊണ്ട് അവനെ ചാക്കിട്ട് പിടിക്കാൻ നോക്കിയനെ. ഇവിടെ തകൃതിയായിട്ട് പെണ്ണാലോചന നടക്കുന്നതും നീ അറിഞ്ഞല്ലോ. അനന്തുവേട്ടൻ വീട്ടിൽ നിന്ന് പോകുന്നവരെ അടുക്കള ഭാഗത്ത് നിന്നും മുൻവശത്തേക്കൊന്നും വരരുത്. അനന്തുവേട്ടൻ എന്റെ ഭർത്താവാണെങ്കിലും കാണാൻ സുന്ദരനാ. അതുകൊണ്ട് നിന്റെ കണ്ണ് അങ്ങോട്ട് പോവും. ഞാൻ അത്രക്കാരി അല്ലെന്ന് പറഞ്ഞല്ലോ ചേച്ചി. നിന്റെ ഒളിഞ്ഞു നോട്ടമൊക്കെ ഞാൻ കണ്ടല്ലോടി. രാത്രി നിന്റെ ഡോറ് പുറത്തുനിന്ന് പൂട്ടേണ്ട ഗതികേടില്ല ഞാനിപ്പോ. ഒളിഞ്ഞു നോട്ടം കൂടുതലായതുകൊണ്ട് നീ ബെഡ്റൂമിലോട്ടൊക്കെ നോക്കിക്കളയും. വീട്ടുപണിക്ക് വന്നവർ അത് വൃത്തിയായിട്ട് ചെയ്യണം. വന്നു പോകുന്ന ഒരു പണിക്കാരിയെ മതിയെന്ന് ഞാൻ പറഞ്ഞതാ. അമ്മായി അത് കേട്ടില്ല. ആ ബ്രോക്കർ ദാമോദരേട്ടൻ പറ്റിച്ച പണിയാ. ഏട്ടൻ ജയിൽ പുള്ളി. ഇവളാണെങ്കിലോ ആണെന്ന് എഴുതി കാണിച്ചാ മതി, അവിടുന്ന് മാറില്ല. നല്ല മണമുള്ള സ്പ്രേ ഒക്കെ ആണല്ലോ പൂശുന്നത്. അടുക്കള ഭാഗത്തേക്കൊന്നും പോവണ്ട. നീ എന്താടി മഞ്ജു ഇങ്ങനെ? അല്ല, പതിവില്ലാത്ത ഒരുക്കവും മൂളിപ്പാട്ടും ഒക്കെ കണ്ട് ചോദിച്ചതാ. നിനക്ക് നിന്നിൽ വിശ്വാസമില്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചേ? എനിക്ക് എന്നെ നല്ല വിശ്വാസം. അതില്ലാത്തത് നിങ്ങളെയാ. ഹേടി മഞ്ജു, ഒരു പെണ്ണിന് അവളുടെ സൗന്ദര്യത്തിലും സ്വഭാവത്തിലും ആത്മവിശ്വാസം ഇല്ലാതായി തുടങ്ങുമ്പോഴാ ഇങ്ങനെ ഭർത്താക്കന്മാരെ സംശയിച്ചു തുടങ്ങുന്നത്. സ്വന്തം ഭർത്താവിന് വായ്നോട്ടം കൂടുതലാണെങ്കിലും സംശയിച്ചു തുടങ്ങും. എടീ, നിനക്ക് എന്നെ കുട്ടിക്കാലം മുതലേ അറിയാം. അതുകൊണ്ടാ എന്റെ അപ്പച്ചി നിന്നെ എനിക്ക് കെട്ടിച്ചു തന്നത്. പിന്നെ ഒരു സാധാ വീട്ടുജോലിക്കാരുടെ പിന്നാലെ എനിക്ക് നടക്കേണ്ട കാര്യമൊന്നുമില്ല. അവൾ ആളെത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാ അനന്തുവേട്ടന് ഒരുക്കം കൂടുമ്പോ എനിക്കിത്ര ഭയം. പിന്നെ എനിക്ക് കുട്ടികളും ആയിട്ടില്ലല്ലോ. അതിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ചാ നമ്മളിപ്പോ ചിന്തിക്കേണ്ടത്. അമ്മയ്ക്ക് ഒരു പേരക്കുട്ടിയെ താലോലിക്കാനുള്ള താല്പര്യമുണ്ട്. പിന്നെ ഒരു കുഞ്ഞൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ നിന്റെ ഈ സംസാരമൊക്കെ എങ്ങനെ നിൽക്കും? അതിനെ സ്നേഹിച്ചും ലാളിച്ചുമൊക്കെ സമയം പോകും. അതില്ലാത്തതുകൊണ്ടാ മറ്റു സ്ഥലങ്ങളിലേക്ക് നിന്റെ ശ്രദ്ധ പോകുന്നത്. ഇപ്പൊ തന്നെ എന്നോടുള്ള അനന്തുവേട്ടന്റെ സ്നേഹം കുറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കുഞ്ഞും കൂടി ജനിച്ചു കഴിഞ്ഞാ അത് പൂർണ്ണമായിട്ടങ്ങില്ലാതാവും. പിന്നെ എനിക്ക് പ്രായം കൂടിയെന്നൊക്കെ അങ്ങ് തോന്നും. അരുണിന്റെ വിവാഹം കഴിഞ്ഞ മറ്റൊരു പെൺകുട്ടിയുടെ ഇവിടെ വരും. അവൻ ജോലിക്ക് പോകുമ്പോ അവളെ ഇവിടെ നിർത്തിയിട്ടാ പോകുന്നെങ്കിൽ അപ്പോഴും ഇതേ വൃത്തികെട്ട സംശയം നിനക്കുണ്ടാവും. ഇവിടെ ഇപ്പം ഒരു ജോലിക്കാരി എന്തെങ്കിലും പറഞ്ഞെന്നോർത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാ അനിയന്റെ ഭാര്യയെ വായി വരുന്നൊക്കെ വിളിച്ചു പറഞ്ഞ അവളും നിന്നേക്കാൾ നാക്കിന് നീളമുള്ളവളാണെങ്കിൽ പിന്നെ പറയുന്നൊക്കെ കേട്ട് നിൽക്കാനേ പറ്റൂ. അങ്ങനെയാണെങ്കിലേ ഒരാളിങ്ങ വരും, അനന്തുവേട്ടന്റെ അപ്പച്ചി. അമ്മ ഇങ്ങ് വന്നു കഴിഞ്ഞാ പിന്നെ ഏത് നീളമുള്ള നാക്കും അങ്ങ് താഴും. അങ്ങനെ താന്നില്ലെങ്കിൽ അമ്മ അതിങ്ങ് പിഴുതെടുക്കും. അതുകൊണ്ട് കയറി വരാൻ പോകുന്ന മരുമകൾ എത്ര വലിയ തലപ്പത്തെ പെണ്ണായാലും
ഈ പാലക്കൽ തറവാട്ടിൽ കയറി കഴിഞ്ഞാ നമ്മളുമായി ചേർന്ന് പോയേ പറ്റൂ. ഇവളുടെ ഒരു കാര്യം. നീ ഇതെവിടെ പോയതാടാ? അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോയതാ. എനിക്ക് നാളെ തന്നെ തിരിച്ചു പോണം അമ്മേ. നാളെ തന്നെ പോണോ മോനെ? പോണം അമ്മേ, കുറച്ച് ആവശ്യങ്ങളുണ്ട്. ഇത്തവണ വന്നിട്ടു എന്റെ ആവശ്യം നടന്നില്ലല്ലോ. പോയി കണ്ട പെൺകുട്ടിയെ നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടുമില്ല. അമ്മയുടെ അപ്പച്ചിയുടെ നിർബന്ധം കൊണ്ടാ ഞാൻ പെണ്ണ് കാണാൻ പോയത്. അമ്മ വിഷമിക്കണ്ട, ഉടൻ തന്നെ ഞാൻ പരാതി തീർക്കാം. എവിടെ തീർക്കാനാ? നിനക്കൊരു പെൺകുട്ടി ഇഷ്ടമാണെന്ന് പറയുന്നു, എന്നിട്ട് പിന്നെ അവളുടെ ഒരു ഫോട്ടോ പോലും കാണിക്കുന്നില്ലല്ലോ. ഫോട്ടോ അല്ല, ആളെ നേരിട്ട് കാട്ടിത്തരാം. അമ്മ കുറച്ചുകൂടി ഒന്ന് ക്ഷമിക്കുക. അത്യാവശ്യം ജീവിക്കാനുള്ള ചുറ്റുപാടൊക്കെ ഉണ്ടെന്നല്ലേ നീ പറഞ്ഞത്? അമ്മേ, നമ്മുടെ വീടിന് പറ്റിയ ഒരു പെൺകുട്ടി, അത്യാവശ്യം അടക്കോ ഒതുക്കമൊക്കെ ഉള്ള ഒരു കുട്ടി, അതല്ലേ അമ്മയ്ക്ക് വേണ്ടത്? അവൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് അടുക്കള ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല, ജോലിക്കാരിയും വെക്കണ്ട. അതുപോലെ വീട് നോക്കുന്ന കുട്ടിയാ. എന്നുവെച്ച് ഒന്നും കൊടുക്കാതെ കൊച്ചിനെ പറഞ്ഞു വിടുവോ? ഒന്നും തരാതിരിക്കില്ലല്ലോ. എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ ഒരു പെൺകുട്ടിയല്ലേ എന്റെ കൈ പിടിച്ചേരുന്നേ. എനിക്ക് വയ്യ നിന്റെ അപ്പച്ചിയായിട്ട് തർക്കിക്കാൻ. അവളുടെ സ്വഭാവം അറിയാലോ. എന്തെങ്കിലും കാര്യമായിട്ടൊക്കെ കഴുത്തിലും കയ്യിലും കണ്ടില്ലെങ്കിലേ നിനക്ക് പിന്നെ അന്തരീക്ഷത്തിൽ നിൽക്കേണ്ടി വരും. അമ്മ എങ്ങനെയെങ്കിലും അപ്പച്ചിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. അപ്പച്ചിയുടെ മോക്ക് ഒരുമാതിരിപ്പെട്ട പെൺകുട്ടികളുമായിട്ടൊന്നും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. ഞാൻ ഈ പറയുന്ന കുട്ടിയാവുമ്പോ ഏട്ടത്തി അമ്മ എത്ര കുത്തുവാക്ക് പറഞ്ഞാലും അവള് മറുത്തൊന്നും പറയില്ല, എല്ലാം സഹിച്ചു നിന്നോളും. അനന്തപുരി കിട്ടിയ സ്ത്രീധനത്തെ പറ്റി നിനക്കറിയാലോ. ഓ, അത്രയൊന്നും കിട്ടിയില്ലെങ്കിലും കുറച്ചൊക്കെ വേണമെന്ന് നിന്റെ അപ്പച്ചിക്ക് നിർബന്ധം. അമ്മ ഈ സ്ത്രീധനം കൊണ്ട് എന്താ പ്രയോജനം? പുഴുങ്ങി തിന്നാൻ പറ്റുമോ? എനിക്കൊന്നും വേണ്ട. നീയേ ഒന്ന് കല്യാണം കഴിച്ച് കണ്ടാ മതി, ഒരു പെൺകുട്ടിയെ വിളിച്ചോണ്ട് വന്നാ മതി. പക്ഷേ ഇപ്പൊ പറഞ്ഞതൊക്കെ നീ നിന്റെ അപ്പച്ചിയോടും പറയണം, അവളെ കൊണ്ട് സമ്മതിപ്പിക്കണം. സ്ത്രീധനമേ പുഴുങ്ങി തിന്നാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചാലേ അവള് മിക്കവാറും നിന്നെ പുഴുങ്ങി തിന്നും. ഇതിപ്പോ കഴിച്ചിട്ട് ഇറക്കാനും പറ്റില്ല, മധുരിച്ചിട്ട് തുപ്പാനും പറ്റില്ല. അങ്ങനെ ഒരു അപ്പച്ചി. അവള് വിളിക്കുമ്പോഴേ ഞാൻ പറഞ്ഞു കൊടുക്കാം. അയ്യോ, എന്റെ പൊന്നമ്മ ചതിക്കല്ലേ, പിന്നെ പാഞ്ഞിങ്ങെത്തും എന്റെ ജീവൻ എടുക്കാനായിട്ട്. അപ്പച്ചിയെ ഭയക്കുന്നോണ്ട് മാത്രമാണ് അമ്മയ്ക്കിപ്പോ ഒരു ഇളയ മരുമകളെ കിട്ടാത്തത്. പെൺകുട്ടിയുടെ വീട് ചെന്ന് കാണുമ്പോഴേ അവൾക്ക് ഇഷ്ടപ്പെടണം, അവിടെയുള്ള ആൾക്കാരെയും. അല്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ അവരുടെ മുഖത്ത് നോക്കി പറയും ഈ ബന്ധം നടക്കില്ലാന്ന്. ഇതിപ്പോ വല്ലാത്തൊരു മനപ്രയാസത്തിലായല്ലോ ഞാനിപ്പോ. നിന്റെ പറച്ചിലും വിഷമവും ഒക്കെ കണ്ടിട്ട് ഒന്നുമില്ലാത്ത കൂട്ടരാണെന്ന് തോന്നുന്നു. ഉള്ളിൽ നിറയെ സ്നേഹമുണ്ടമ്മേ, കണ്ടാലും ആരും കുറ്റം പറയില്ല. അതൊന്നും എനിക്കറിയില്ല. ഈ വീട്ടിലെ അവസാന വാക്ക് നിന്റെ അപ്പച്ചിടിയാ, അവിടെ എനിക്ക് പോലും ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നോക്കിയും കണ്ടും വേണം ഓരോന്നും ചെയ്യാൻ. ആ, കഴിക്കാൻ സമയമായി, ഞാൻ എല്ലാം എടുത്തു വെക്കാം. ഓഹോ, ഓ, ഇന്ന് ഒരുപാട് കറികളുണ്ടല്ലോ. നാളെ അരുൺ സാർ പോവല്ലേ, അതുകൊണ്ട് സാറിന് ഇഷ്ടപ്പെട്ട കറികളെല്ലാം ഉണ്ടാക്കി. എന്തായാലും പാചകത്തിന്റെ കാര്യത്തിൽ നിനക്കൊരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. ഭക്ഷണമെല്ലാം രുചിയുള്ളതെന്ന് മാത്രമല്ല, എല്ലാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുകയും ചെയ്യും. പിന്നെ നിന്റെ പാചകം നല്ലതാണെന്ന് അരുണ് സർട്ടിഫിക്കറ്റ് തന്നു കഴിഞ്ഞു. അമ്മ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലതാണെന്ന് അവൻ പറയുന്നേ.
സാധാരണ അങ്ങനെ പറയാറില്ല. എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കും. നീ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? 10ാം ക്ലാസ് കഴിഞ്ഞു. പിന്നെ +2 വെച്ച് നിർത്തി. അത് കഴിഞ്ഞ് വീട്ടുകാരെ അടുക്കളയിൽ സഹായിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാ ഇത്ര പെട്ടെന്ന് എല്ലാം പഠിച്ചത്. സാധാരണ പെൺകുട്ടികൾക്ക് വിവാഹം കഴിയുന്നതുവരെ പാചകമൊന്നും വലിയ വശം ഉണ്ടാവില്ല. പിന്നെ ഭർത്താവിന്റെ വീട്ടിൽ ചെന്ന് അവിടെയുള്ളവരുടെയൊക്കെ വഴക്ക് കേട്ടാ എന്തെങ്കിലുമൊക്കെ പഠിച്ചു വരുന്നത്. പാചകത്തിന്റെ കാര്യത്തിൽ നിനക്ക് എന്തായാലും അമ്മായിമ്മ പോലും നേരിടേണ്ടി വരില്ല. അല്ല, കല്യാണാലോചന വലുതൊക്കെ വരുന്നുണ്ടോ? ഇല്ല. ആ, വീട്ടിലുള്ളവരെ ഉത്സാഹിച്ചാലേ പെണ്ണ് കാണാൻ ആരെങ്കിലുമൊക്കെ താല്പര്യപ്പെട്ടു വരൂ. പിന്നെ പഴയ പോലെ അല്ല ഇപ്പോ. സ്വർണത്തിന്റെ വിലയൊക്കെ കുതിച്ചു ഉയരുമല്ലേ. 10 പവന് കൊടുക്കണം 4-5 ലക്ഷം. എന്നുവെച്ച് സ്ത്രീധനം ചോദിക്കുന്നതിൽ എന്തെങ്കിലും കുറവുണ്ടോ? പിന്നെ വരുന്നത് സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കി പറയാൻ വേണ്ട. അനന്ത് സ്വന്തം അപ്പച്ചിയുടെ മോളെയാ കല്യാണം കഴിച്ചിരിക്കുന്നേ. അവനും കിട്ടി 150 പവൻ. പിന്നെ 19 സെന്റ് സ്ഥലവും കൊടുത്തു. അവര് സ്ത്രീധനത്തോടൊക്കെ ഇത്തിരി ഭ്രമമുള്ള കൂട്ടത്തിലാ. എന്നാ അതുപോലല്ല അരുൺ. ഏറ്റവും വലിയ ധനം പെൺകുട്ടിയാണെന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലാ അവൻ. മനസ്സിന് ഇഷ്ടപ്പെട്ട പെണ്ണിനെ കണ്ട അങ്ങോട്ട് എന്തെങ്കിലും കൊടുത്ത് കെട്ടാൻ ആഗ്രഹിക്കുന്ന സ്വഭാവമാ അവന്റേത്. പക്ഷേ അവിടെയും ഒരാള് തടസ്സമായി നിൽക്കുന്നുണ്ട്, അവന്റെ അപ്പച്ചി. കുറഞ്ഞത് 150 പവനെങ്കിലും കിട്ടാതെ ഒരു പെണ്ണിനെയും കെട്ടണ്ടെന്നാ നിർദ്ദേശം. അപ്പച്ചിയുടെ വാക്കുകളെ അനിയനും ചേട്ടനും പഞ്ചപുച്ഛം അടക്കി നിന്ന് കേൾക്കുന്ന കൂട്ടത്തിലാ. അരുണിന്റെ അച്ഛന് ആകെ കൂടിയുള്ളൊരു പെങ്ങളാ. കുട്ടികൾ രണ്ടും അപ്പച്ചിയുടെ വീട്ടിൽ നിന്നാ പഠിച്ചതൊക്കെ. പിന്നെ ഈ വീട് വെക്കാൻ 3/4 ഭാഗവും പണം ചെലവാക്കിയത് അവരുടെ അപ്പച്ചി തന്നെയാ. അപ്പച്ചി ഇങ്ങോട്ടൊന്നും വരാറില്ലേ? പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരും. ഇപ്പൊ മണ്ഡലമാസ കാലം ആയതുകൊണ്ടാ വരാത്തെ. ഇനി 41 ദിവസം വ്രതമൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങും. ഈ അപ്പച്ചിന്ന് കേട്ടിട്ടേ ഒരുപാട് പ്രായമുണ്ടെന്നൊന്നും വിചാരിക്കണ്ട. 10-42 വയസ്സേ ഉള്ളൂ. കണ്ട അതും പറയില്ല. എന്തായാലും അരുണിനും ആനന്ദുവിനും അപ്പച്ചി എന്ന് പറഞ്ഞ മുട്ടിടിക്കും. മഞ്ജു നിന്നെ കുറിച്ച് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. പറഞ്ഞതൊന്നും നല്ല കാര്യങ്ങളാവണമെന്നില്ല. അതുകൊണ്ട് വരുമ്പോ ഇത്തിരിയൊന്ന് ചൂടാവാനൊക്കെ സാധ്യതയുണ്ട്. പേടിക്കണ്ട. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ ചങ്കു പറിച്ചു തരുന്ന സ്വഭാവം. പണിയെല്ലാം കഴിഞ്ഞോ? എന്നാ പിന്നെ ഞാനെല്ലാം എടുത്തു വെക്കാം. അതിങ്ങെടുത്ത നിനക്ക് വേണമെങ്കിൽ കഴിച്ചോ. ഞാൻ പിന്നെ കഴിച്ചോളാം. ഇങ്ങനെ ഒരു അപ്പച്ചി ഉള്ളത് സാറ് പറഞ്ഞില്ലല്ലോ. ഈ വീട്ടിലേക്ക് എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാ ആഗ്രഹമുണ്ട്. ഇന്ന് ഒരുപാട് വിഭവങ്ങളുണ്ടല്ലോ അമ്മേ. നീ നാളെ പോകുന്നറിഞ്ഞ് അവള് നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവന്റെ ഇഷ്ടം അവൾ അറിഞ്ഞു. ഓ, നമ്മുടെ സംസാരത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കിയതാ. അവളുടെ ചെവി പൊട്ടൊന്നും അല്ലല്ലോ. എന്തായാലും എല്ലാം ഒന്നൊന്നിന് മെച്ചം. കറികൾ ഇഷ്ടപ്പെട്ടാ മതി. അതുണ്ടാക്കിയ ആളോടെ ഇഷ്ടം വേണ്ട. എന്നാൽ ഇവിടെ വന്നിട്ട് ഞാൻ അവളെ ഒന്നും കണ്ടില്ലല്ലോ. കാണാത്തയാ നല്ലത്. അവളൊരു ആലമ്പ് പെണ്ണാ. നിന്നെ കാണാൻ അവൾ ഒരുപാട് ശ്രമങ്ങൾ നടത്തി. അത് ഞാൻ പറഞ്ഞല്ലോ. എന്റെ അമ്മായി,
ഇങ്ങനെ ഒരു സാധനത്തിനെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാ കാണുന്നത്. ഏതാൾക്കാർ ജോലിക്ക് വന്നാലും അവർക്ക് എന്തെങ്കിലും കുറ്റവും കുറവൊക്കെ കാണും. അത് ഒഴിവാക്കണമെങ്കിൽ വീട്ടിലുള്ളവർ തന്നെ പണിയെടുക്കണം. അതെ, ഞാൻ പോലും ഇവിടെ പാചകം ചെയ്താ കഴിക്കുന്നത്. പുറത്തുനിന്നുള്ള ഫുഡൊക്കെ വളരെ കുറവാ. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് പുറത്തുനിന്ന് വിശ്വസിച്ച് എങ്ങനെയാടാ കഴിക്കുന്നത്? അതാ പറഞ്ഞത്, ഇത്തിരി ചൂട് ചോറുണ്ടെങ്കിൽ അതിന്റെ കൂടെ സാമ്പാറോ പുളിശ്ശേരിയോ മതി. പിന്നെ അച്ചാർ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ വയറ് കേടാക്കാതെ മുന്നോട്ട് പോവാം. വെജ് ആയാലും നോൺ വെജ് ആയാലും ആ കൊച്ചു വളരെ നന്നായിട്ടുണ്ടാക്കും. ആ, എന്നാ പിന്നെ ഇവിടെ നിന്ന് പോയിക്കോട്ടെ. ഞങ്ങൾ രണ്ടാണുങ്ങൾ ജോലിക്ക് പോയി കഴിഞ്ഞാ പകൽ സമയത്ത് ഇവിടെ ആരുമില്ലല്ലോ. പിന്നെ ഏട്ടത്തിക്കാണെങ്കിൽ മുന്നിലും പിന്നിലും കണ്ണുണ്ട്. അതുകൊണ്ട് അവക്ക് ഇടം വല്ലം തിരിയാൻ പറ്റില്ല. നിങ്ങളൊക്കെ എന്തു പറഞ്ഞാലും ശരി, അവളുടെ ചേട്ടനെ പോലെ തന്നെ അവളും ഒരു ക്രിമിനൽ മൈൻഡുള്ള പെൺകുട്ടിയാ. സംസാരവും പെരുമാറ്റവും ഒക്കെ കണ്ടാലേ പഞ്ചപാവാണെന്നേ തോന്നൂ. പക്ഷെ മനസ്സ് ശരിയല്ല. നോക്കിക്കോ, ഇവിടെ തന്നെ അവള് നിൽക്കുവാണെങ്കിൽ അധികം വൈകാതെ അവൾ ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടി പോകും. അടുത്തൊക്കെ ആണെങ്കിലേ ഒന്ന് രണ്ട് ചെറുപ്പക്കാര് പിള്ളേരും ഉണ്ട്. മിക്കവാറും ഏട്ടത്തി അവൾ സംശയിച്ച് അവൾ ഇവിടുന്ന് ഓടിപ്പോവാനാ സാധ്യത. അമ്മ ഏതായാലും അടുക്കള കയറാൻ തയ്യാറായിക്കോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇവളിവിടുന്ന് പോയാ പിന്നെ മോളൊരു ജോലിക്കാരി കൊണ്ടുവരണം. മോളുടെ മനസ്സിൽ പിടിക്കുന്ന ഒരുത്തിയെ, അല്ലെങ്കിൽ പാചകമൊക്കെ അറിയാവുന്ന ഒരു പെൺകുട്ടിയെ നീ കല്യാണം കഴിച്ചോണ്ട് വരണം. അത് കേട്ടപ്പോ നിന്റെ മുഖത്ത് എന്താ ഒരു പുഞ്ചിരി? ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്ക് പാചകം ഒക്കെ വശമുണ്ട്. നന്നായിട്ട് വീട് നോക്കും. എടാ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കാതെ അതിനൊരു തീരുമാനം ഉണ്ടാക്ക്. അമ്മയോട് വരാൻ പറയട്ടെ? അയ്യോ, തൽക്കാലം വേണ്ട. സമയാവുമ്പോ ഞാൻ തന്നെ അപ്പച്ചിയെ വിളിച്ചോളാം. എന്താ എന്തു പറ്റി മോനെ? ഞാൻ ഉരുണ്ട് വീണടാ. വയ്യാത്ത ഈ മുട്ടിടിച്ചാ വീണത്. എന്നിട്ട് എന്നെ കൊണ്ട് പണിയെടുപ്പിക്കുക. എന്താ ഒരു പരാതി പറച്ചില്? പരാതി പറഞ്ഞതൊന്നുമല്ല, വീണ കാര്യം പറഞ്ഞതാ. ഓ, വീണെന്ന് പറയുന്നു. ഉള്ളതാണോ ഇല്ലാത്തതാണോന്ന് ആർക്കറിയാം? നീ കണ്ടില്ല സുധ ഞാൻ വീഴുന്നേ? അയ്യോ, കള്ളം പറയുന്നുണ്ടോ? ഞാനങ്ങ് കണ്ടില്ല. വീണെടുത്ത് കിടന്ന് നിലവിളിച്ചപ്പോ ഒന്ന് പിടിച്ചെഴുന്നേപ്പിക്കാതെ തിരിഞ്ഞു പോലും നോക്കാതെ പറയുന്ന കേട്ടില്ലേ? ഉണ്ണി, എന്തെങ്കിലും പറ്റിയെങ്കിൽ ആശുപത്രിയിലോട്ട് കൊണ്ടുപോകും. എനിക്ക് ആശുപത്രിയിലൊന്നും പോകണ്ട. 2-3 ദിവസം നീ ഇവിടുത്തെ പണിയൊക്കെ ചെയ്യും. ഇത് എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാനുള്ള അടവാ. അത് നടക്കത്തില്ല ചേച്ചി. അമ്മയൊന്ന് സഹായിച്ചൂടെ? സഹായിക്കാനല്ല ഞാനിവിടെ വന്നത്. ഞാനേ കുറച്ച് സൂയിക്കാൻ തന്നെയാ. അത് ഇഷ്ടമില്ലാത്തവർക്ക് ഇറങ്ങിപ്പോകാം. എന്താണ് ഇവിടെ ഒരു പ്രശ്നം? പ്രശ്നം എന്താണെന്ന് പറഞ്ഞാ നീ പരിഹരിക്കുവാടാ. ജോലി ചെയ്യാതിരിക്കാനുള്ള ഓരോരോ അടവെടുക്കുക. കരുണ, കാല് മടങ്ങി ഞാൻ അടുക്കള ഭാഗത്ത് വീണായിരുന്നു. അയ്യോ, എന്നിട്ട് എന്തെങ്കിലും പറ്റുമോ ചേച്ചി? പറ്റിയെങ്കിൽ ആശുപത്രി പോകാൻ പറഞ്ഞു. അപ്പൊ വയ്യെന്ന്. ഞാൻ അടുക്കള കയറും, വെച്ചും വിളമ്പും. പക്ഷെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരേണ്ട കാര്യം എനിക്കില്ല. എല്ലാവരും ഒന്ന് സഹകരിച്ചാലേ ഒരു കുടുംബം മുന്നോട്ട് പോകും. അയ്യോ, ഉണ്ണിക്കുട്ടൻ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയല്ലോ. എന്നെ അടുക്കള കയറ്റണമെന്നാ നമ്മുടെ മരുമോന്റെ ആഗ്രഹം. ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടൊന്നുമില്ല. അമ്മയെ സഹായിക്കണം, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. ഞാൻ സഹായിച്ചിട്ടുണ്ടടാ. സഹായിക്കാൻ മാത്രമല്ല, എല്ലാം ഉണ്ടാക്കി മുന്നിൽ വെച്ചു കൊടുത്തിട്ടുണ്ട്. നിനക്ക് ഓർമ്മ കാണത്തില്ല, അന്നേ നീ കുഞ്ഞാ. എഴഞ്ഞു നടക്കുന്ന പ്രായം.
അന്ന് ഈ വീട്ടിൽ വന്ന് അടുക്കള കയറിയെങ്കിലേ വിരുന്നുകാരിയായ എനിക്ക് എന്തെങ്കിലും ഉണ്ണാൻ പറ്റത്തോളായിരുന്നു. അന്ന് ചേച്ചി പറയും ഇവളനുസരിക്കും. ഇന്നിപ്പോ തിരിച്ചായ കാര്യങ്ങൾ അത്രേ ഉള്ളൂ. കടങ്ങൾ എന്നായാലും വീട്ടണമല്ലോ ഉണ്ണിക്കുട്ടാ. അതുകൊണ്ട് ചേച്ചി ഇപ്പൊ കടം വീട്ടിക്കൊണ്ടിരിക്കുക. നീ ഇതിനൊക്കെ അനുഭവിക്കും, നോക്കിക്കോ. മോനെ ഉണ്ണിക്കുട്ട, ഒരു വീടാകുമ്പോ പെണ്ണുങ്ങൾ തമ്മിൽ ഇതുപോലെ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടാവും. അവിടെ നമ്മൾ ആണുങ്ങള് എല്ലാം കണ്ടുകൊണ്ട് കൈയും കെട്ടി മാറി നിൽക്കണം. ഒരിക്കൽ പ്രതികരിച്ചാ പിന്നെ അതിനേ സമയം കാണൂ. അവസാനം വിളമ്പുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലുമൊക്കെ കലക്കിയാലേ ഭാര്യയും അമ്മയൊക്കെ ആയതുകൊണ്ട് കേസ് പോലും കൊടുക്കാൻ പറ്റത്തില്ല. എല്ലാം സഹിച്ച് മിണ്ടാണ്ടൊരു മൂലയ്ക്ക് കൂടാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ദേഷ്യം ജോലി സ്ഥലത്ത് പുറത്തുള്ളവരോടൊക്കെ കാണിക്കണം. തല്ല് കിട്ടാതെ വീടിനകത്ത് പൂച്ചയാവണം. ഒരുപാട് ജീവിതാനുഭവങ്ങളുള്ള മാമന്റെ വാക്കുകളാ. അത് അതേപടി അങ്ങ് വിഴുങ്ങണം, ഒന്നുപോലും കളയാനില്ല. അപ്പൊ പിന്നെ ഉണ്ണിക്കുട്ടൻ വേഷമൊക്കെ ഒന്ന് മാറിയിട്ട് ഇവിടെ ഒന്നിരിക്കേ. ചായയും പലഹാരമൊക്കെ കഴിച്ചിട്ട് രാത്രി നമുക്ക് ഊണിന് ഒന്നിച്ചിരിക്കാം. ചെല്ലേ. അവന് വാല് കിളിച്ചു തുടങ്ങി. അത് വളരുന്ന വാലല്ലടി, അതുകൊണ്ട് വെറുതെ അതങ്ങ് കിളിച്ചോട്ടെ. രണ്ടു തവണ വിളിച്ചിരുന്നു, എടുത്തില്ല. എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. ഒന്നുമില്ല. അങ്ങനെ പറഞ്ഞാൽ എനിക്കത് ആശ്വാസമാവില്ല. എന്തെങ്കിലും അലട്ടുന്നുണ്ടെങ്കിൽ അത് പറയണം. ഒന്നുമില്ല സാർ. പവിത്രയുടെ ചേച്ചി വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടല്ലേ? പഴയ പോലെ സംസാരിക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തിലല്ല ഞാനിപ്പോ. ഇവളാരോടോ സംസാരിക്കുന്നുണ്ടല്ലോ. ഈ സമയത്തൊക്കെ മൊബൈലിൽ സംസാരിക്കുന്ന ആരെങ്കിലും കേട്ടാലേ ഞാൻ പിന്നെ ഒരു മോശം പെണ്ണായി പോവും. എല്ലാം തന്റെ തകരാറാ. കണ്ണേട്ടന്റെ വീട്ടിലുണ്ടായിരുന്നപ്പോഴേ ഉറച്ചൊരു തീരുമാനം എടുക്കായിരുന്നു. ഇപ്പൊ എനിക്ക് പവിത്രയുടെ ചേച്ചിയുടെ വീട്ടില് എന്റെ ബന്ധുക്കളെയും കൊണ്ടുവരാനുള്ള ആത്മവിശ്വാസക്കുറവുണ്ട്. അതുപോലെ ആ സ്ത്രീയുടെ സംസാരമൊക്കെ. പിന്നെ കണ്ണേട്ടന്റെ വീട്ടിലോട്ട് വന്നാലും ഇതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ. എന്നാ ദീപം പുറത്തുള്ളപ്പോ വിജിതയും കരുണനൊക്കെ നല്ല സ്വീകരണം തന്നേനെ. അങ്ങനെയായിരുന്നെങ്കിൽ ആ സമയത്ത് വിവാഹം നടത്തായിരുന്നു. ഇനിയിപ്പോ എങ്ങനെ അങ്ങ് പോട്ടെ സാർ. സാറിന്റെ വീട്ടുകാര് കല്യാണാലോചന നടത്തുന്നുണ്ടെങ്കിൽ എന്നെ കാത്തിരിക്കണമെന്നില്ല. ഞാൻ എവിടെ പെണ്ണ് കാണാൻ പോയാലും എന്റെ മനസ്സിൽ ഒരു പെണ്ണേ ഉള്ളൂ. ഒന്നെങ്കിൽ അവളുമൊത്തൊരു ജീവിതം, അല്ലെങ്കിൽ ഈ ജന്മം എനിക്ക് വിവാഹം വേണ്ട. മറിച്ച് ചിന്തിക്കുന്ന പ്രശ്നമേ ഇല്ല. സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം. ഇപ്പൊ ഏതോ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നു പറഞ്ഞല്ലോ, അവിടെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. താൻ ബുദ്ധിമുട്ടാണെങ്കിൽ സംസാരിക്കണ്ട. സാഹചര്യം ഒത്തുവരുമ്പോ ഇങ്ങോട്ട് വിളിച്ചാ മതി. ഗുഡ് നൈറ്റ്. ശരി സർ. ആരായിരിക്കും ഇവളുടെ ഈ സാറ്? എന്തായാലും ഇഷ്ടം പോലെ കാമുകന്മാരുള്ള പെണ്ണാ.
അനന്തുട്ടാ, എന്റെ ഊഹ ശരിയാ. അവൾക്ക് അല്ലറ ചില്ലറ ചുറ്റിക്കളിയൊക്കെ ഉണ്ട്. ആ കാർത്തൂണ്. നീ എന്തിനാ ഏത് നേരം അവളുടെ പുറകെ നടക്കുന്നേ? എന്താ നീ ഇങ്ങനെ നോക്കുന്നേ? എവിടെ മൊബൈൽ? എവിടെ? ഇതായിരിക്കുന്നു. നിങ്ങളെയാണോ വിളിച്ചാന്ന് അറിയണമല്ലോ. നിന്നെ ഏതെങ്കിലും മെന്റൽ ഡോക്ടറെ കാണിക്കേണ്ട സമയം കഴിഞ്ഞു. ആ, മെന്റൽ ആവാതിരിക്കാനാ ഈ മുൻകരുതല്. അവൾക്കൊരു കാമുകനുണ്ടെന്നുള്ള കാര്യം ഉറപ്പായി. എടീ, അവള് വിവാഹപ്രായം എത്തിയ പെൺകുട്ടിയാ. അവക്ക് ചിലപ്പോ കാമുകന്മാരൊക്കെ കാണും. അത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. രാത്രിയിൽ അവനെ വിളിച്ചു വരുത്തിയാലോ, എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ? അല്ല, ഇതിനു മുൻപ് വേറൊരുത്തിയെ കൊണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ. എടി, നീ മര്യാദയ്ക്ക് വന്ന് കിടന്നുറങ്ങാൻ നോക്ക്. ഇവളെ പോലെ ഒരുത്തി ഇവിടെ ഉള്ളത് കൊണ്ടും എനിക്ക് ശരിക്കും ഉറക്കം വരത്തില്ല. എന്നാ പിന്നെ ഉണർന്നിരുന്നിട്ട് അവളുടെ കാമുകന്മാരെ കണ്ടുപിടിക്കേ. അല്ലെങ്കിലും ഇപ്പൊ ഇവിടെ ഒരു സെക്യൂരിറ്റിയുടെ ആവശ്യമുണ്ട്. എന്നാലും അനന്തുവേട്ടാ, അവൾ ആരെയായിരിക്കും വിളിച്ചെന്നാ ഞാൻ ആലോചിക്കുന്നത്. എന്നെ അല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി അരുണിനെ ആയിരിക്കോ? അവൻ ആ ടൈപ്പൊന്നും അല്ല. പഠിക്കുന്ന കാലത്തെ നിനക്കറിയാലോ, ഞാൻ അത്യാവശ്യം പെണ്ണുങ്ങളുടെ അടുത്തൊക്കെ മിണ്ടുമായിരുന്നു. പക്ഷെ അവൻ അതുപോലൊന്നും അല്ല. അങ്ങനെയുള്ളവരെയാ കൂടുതൽ സൂക്ഷിക്കേണ്ടത്. ഒന്നാമതൊരു ചേൽപ്പുള്ളിയുടെ അനിയത്തിയ. ദേ, സംഗതി അവൾ അത്രയും മതി, എല്ലാവരുടെയും തലക്കടിച്ചു കൊന്നിട്ട് പോവാൻ. ഒരുത്തി സ്നേഹത്തോട് സൈനൈഡ് കൊടുത്ത് എത്ര എണ്ണത്തിനെയാ കൊന്നതെന്നറിയാലോ. ആണുങ്ങളെക്കാളും തന്റെ ഇടം ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്കടി. ഞങ്ങളൊക്കെ ശരിക്കിപ്പം അടിമകളായിക്കൊണ്ടിരിക്കുക. ഒരു സമയത്ത് നിങ്ങളായിരുന്നല്ലോ യജമാനന്മാര്. ഇനി ഞങ്ങളൊന്ന് ആ സ്ഥാനത്ത് ഇരുന്ന് നോക്കട്ടെ. ഇരിക്കുകയോ നിൽക്കുകയോ എന്താന്ന് വെച്ചയക്കും. വെറുതെ എന്നെ സംശയിക്കരുത്. അതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനവുമില്ല. വെറുതെ വഴക്കിട്ട് ആരോഗ്യം കളയരുത്. എന്നാലും ആരെയായിരിക്കും അവള് വിളിച്ചിട്ടുണ്ടാവുക? നാളെ മുതലേ നീ ഒന്ന് കവടി നിരത്തി നോക്ക്. ചിലപ്പോ പ്രശ്നത്തിൽ തെളിയും ആരെയാ അവള് വിളിച്ചെന്ന്. അങ്ങനെ അനന്തുവേട്ടന്റെ പേരെങ്ങാനും തെളിഞ്ഞ അന്നത്തോടെ തീരും നമ്മുടെ ദാമ്പത്യ ജീവിതം. മാത്രമല്ല, അനന്തുവേട്ടന്റെ ആയുസ്. ആഹാ, നീ ഈ സമയത്ത് അടുക്കള കയറിയോ? സമയം 4:30 ആയിട്ടേ ഉള്ളല്ലോ. ഞാൻ ചായ ഇടാനായിട്ട് വന്നതാ. 4 മണിക്ക് ഞാൻ എണീറ്റ് കുളിച്ചു, പിന്നെ അടുക്കളയിൽ കയറി. അരുൺ സാറ് രാവിലെ പോവല്ലേ? ഇനി വെറുതെ വിഷയങ്ങളൊന്നും ഉണ്ടാക്കരുത്. ഒരു കാരണം കിട്ടാനിരിക്കുക മഞ്ജു നിന്നെ പുറത്താക്കാൻ. അതുകൊണ്ട് നീ നിന്റെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോണം. ഞാൻ അങ്ങനെ പോവാറുള്ളൂ. രാവിലെ ഒരു ഗ്ലാസ് പാൽച്ചായ, അത് കഴിഞ്ഞാ പിന്നെ കട്ടനെ കുടിക്കാറുള്ളൂ. അറിയാം. എങ്ങനെ അറിയാം? അതും സംസാരത്തിനിടയ്ക്ക് കേട്ടോ. വീട്ടിലെ ആണുങ്ങളുടെ കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? ആ, നീ ഇടുന്ന ചായ നല്ലതാ. അതുകൊണ്ട് അവൻ കുറ്റമൊന്നും പറയൂല. പോകുമ്പോ വഴിയിൽ വെച്ച് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണോ? ചൂടുള്ള ഭക്ഷണേ അവൻ കഴിക്കൂ. അതും 8-8:30 മണിയാവണം. ഇപ്പൊ കൊടുത്തുവിട്ടാ ആ സമയം ആവുമ്പോഴേക്കും തണുക്കും. വല്ലാത്തൊരു പരീക്ഷണാണല്ലോ കൃഷ്ണ ഇത്. പോകുന്നതിന് മുമ്പ് സാറിനെ മറിഞ്ഞു നിന്നെങ്കിലൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. മോനെ, ചായ കുടിക്കേ. ഈ അമ്മയുടെ ഒരു കാര്യം, ഇത്രയും നേരത്തെ എഴുന്നേറ്റ് ചായ ഇട്ടോ? ഞാനല്ല, കാർത്തികയെ ചായ ഇട്ടത്. കാർത്തിക എന്നാണ് അവളുടെ പേര്? ആ, അതെ. ആ പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാർത്തിക ഒരു നാളാ, കീർത്തി കേൾക്കുന്ന നാള്. പിന്നെ അതിനിടയിൽ ഇവളെ പോലെയുള്ളവരും ഉണ്ട്. അല്ല, നീ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അവളുടെ പേര് കാർത്തിക എന്നാണോ? അതൊക്കെ പിന്നീട് പറയാം. ഇത്തവണ വന്നിട്ട് ഒന്നും നടന്നില്ല. രാവിലെ ഞാൻ ഉണരുന്നതിന് മുമ്പ് പോകാൻ നോക്കിയതാ. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ അമ്മ, രാവിലെ 5 മണിക്ക് പോകുന്നു. നിനക്കറിയാലോ നിന്റെ ഏട്ടത്തിന്റെ സ്വഭാവം. ഏത് നിമിഷവും ആ പെങ്കൊച്ചിനെ പറഞ്ഞുവിടും.
പിന്നെ അമ്മയ്ക്ക് സഹായത്തിന് ഒരാളില്ല. അത്യാവശ്യം വീട്ടുജോലിയൊക്കെ അറിയാവുന്ന ഒരു പെൺകുട്ടിയല്ലേ നീ സ്നേഹിക്കുന്നത്. എന്നാ പിന്നെ നീ നിന്റെ അപ്പച്ചോട് വിവരം പറയടാ.